ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ അമ്മയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? എന്നാ യോഗ്യതയുള്ള നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ. മഹാദേവ വർമ്മ എന്നൊരാളുടെ പേരറിയാവോന്ന്? എന്താ രാജു, നല്ല ക്ഷീണമുണ്ടല്ലോ. ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? ഇന്നലെ രാത്രി ഒരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു മാഡം. ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോ ഇന്നലെ രാത്രിയില് രാജു ഇവിടെ ഇല്ലായിരുന്നു അല്ലേ? ഇവിടെ ഇല്ലായിരുന്നു. രാജുവിനോട് ഞങ്ങളത് ചോദിക്കുകയായിരുന്നു. ഓ, രാജുവിന് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാ അറിയുന്നേ. കോളേജ് കാലത്തെ ഫ്രണ്ടാ മാഡം. അല്ല, ആ ഫ്രണ്ടിന്റെ വീട് എവിടെയാ? ആ, അത് ഇവിടെ അടുത്ത് തന്നെയാ, ശാസ്തമംഗലം. ബൈക്ക് നല്ല ചൂടുണ്ടല്ലോ. ഒരുപാട് ദൂരം ഓടി വന്നൊരു മട്ടുമുണ്ട്. പഴയ ബൈക്കല്ലേ മാഡം, അത് വേഗം ചൂടാവും. അയ്യോ, അംബിക മാഡം വാ, അകത്തിരിക്കാം. ഇല്ല, ഞാൻ പോവാ. അല്ല, മാഡം വെറുതെ വന്നാണോ? ഞാനേ രമ്യയെ തിരക്കി വന്നതാ. ടൗണിലുള്ള ഇവരുടെ വീട് വിൽക്കാനുണ്ടെന്ന് കേട്ടു. അതിനെക്കുറിച്ച് രമ്യയോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാ. ഓ, രമ്യേ, എന്തായി? പരദോഷണ കമ്മിറ്റി പിടിച്ചുവിടാറായില്ലേ? വാ മഞ്ഞോട്ട്. എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു? നോക്കിതാടാ. നമുക്കൊന്നിച്ച് ആഹാരം കഴിക്കാം. വിജയ്, ശരി സാർ. സുഖം തന്നെ അല്ലേ മാമി? എന്താ മാമിക്ക് തീ പാറുന്നൊരു നോട്ടം? മാമിന്ന് വിളിക്കുന്നതേ അമ്മായിമാരെയാ. നിങ്ങൾ എന്റെ ഒരു അമ്മായിയല്ലേ? വല്ലാത്തൊരു പൊന്നമ്മായി. ഇങ്ങനെ കെട്ടിയിട്ടല്ലടാ ആണത്തം കാണിക്കേണ്ടത്. അതിന് നീ ആണല്ലോ, ആണുങ്ങളുടെ അന്തസ് കളയുന്ന ഒരുത്തനല്ലേ? മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ നിങ്ങളൊരു സ്ത്രീയാണെന്നൊന്നും ഞാൻ കരുതില്ല. കൊരണം ഞാൻ പുകയ്ക്കും. കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലടാ. മരിക്കുന്നതിന് എനിക്ക് യാതൊരു പേടിയുമില്ല. അയ്യോ അയ്യോ, അങ്ങനെ നിങ്ങൾ എനിക്ക് കൊല്ലാൻ ഒക്കുവോ? ഞാൻ ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. മംഗളകാര്യങ്ങളാ. ഞാനൊന്ന് നിന്ന് കൊടുത്താ മതി. അമ്മയാ അത് തീരുമാനിക്കുന്നത്. അമ്മ അതങ്ങ് നടത്തും. നിന്റെ അമ്മ എന്തിനും പോന്നവളാണല്ലോ. അവളെ കുറിച്ച് എന്നോട് നീ വർണ്ണിക്കൊന്നും വേണ്ട. എനിക്കറിയാവുന്നിടത്തോളം അവളെ നിനക്ക് അറിയില്ലല്ലോ. എന്റെ അമ്മയെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ അവരെ കുറിച്ച് നിന്നോട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നുമില്ല. എന്റെ അമ്മയെ കുറിച്ച് ബഹുമാനത്തോടെ കണ്ടാൽ നിങ്ങൾക്ക് കൊള്ളാം. അല്ല,
ഞാനൊരു മംഗളകാര്യം നടത്താൻ പോകുന്നു പറഞ്ഞല്ലോ. അതെന്താന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിന്റെ മംഗള കാര്യങ്ങള് ഞാൻ എന്തിനറിയണം? നീ എന്റെ ആരാ? ഇതാണ് തമാശ. നല്ല ഒന്നാം തരം തമാശ. ഞാനേ പത്മാവതി അമ്മായിയുടെ മരുമകനാവാൻ പോവാ. ഛീ, എന്താ സന്തോഷായില്ലേ? ഞാനും ഋതികയും തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കും. ദാ, നീ ഒരു പാവപ്പെട്ട പെണ്ണിനെ പറഞ്ഞു പറ്റിച്ച് അവൾക്കൊരു ഉദാത്തമായ സംഭാവന നൽകിയിട്ടുണ്ടല്ലോ, ഒരു കൊച്ചിനെ. ആ കൊച്ചിനെയും കളിപ്പിച്ച് ആ പെണ്ണിന്റെ കൂടെ മര്യാദയ്ക്ക് പോയി ജീവിക്കടാ. അതെന്നെ എല്ലാരും കൂടി ചതിച്ചതാ. ആ കൊച്ചു എന്റെ ഒന്നുമല്ല. നിന്റെ മോന്ത കൊച്ചിനുണ്ടെന്ന് പലരും പറയുന്ന കേട്ടു. ദേ, നിന്റെ ഡിറ്റോയാ ആ കൊച്ച്. അല്ലെങ്കിലും ഈ കള്ളത്തരം കാട്ടി ഉണ്ടാവുന്ന മക്കളെല്ലാം അതിന്റെ അപ്പന് വെല്ലുവിളിയാ. പറഞ്ഞു പറഞ്ഞ് നിങ്ങളങ്ങ് തകർക്കുവാണല്ലോ. പത്മാവതി സത്യം പറഞ്ഞതാടാ. നിങ്ങളുടെ ഒരു സത്യം. ഞാൻ നിങ്ങളെ കൈവയ്ക്കാത്തതേ നിങ്ങൾ എന്റെ അമ്മായിയമ്മ ആയതുകൊണ്ടാ. എന്റെ മകളുടെ പരിസരത്ത് അടുത്ത് പോയാ നീ കരിഞ്ഞു പോകും. അവളുടെ ചൈതന്യം ദൈവം കൊടുത്തതാ. ആ ദൈവം തന്നെ നിന്നെ ഇല്ലാതാക്കും. നീ എന്റെ മകളെ കെട്ടൂന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോടാ. എന്നിട്ട് എന്തായി? ആ കല്യാണ പന്തലിൽ വെച്ച് നാട്ടുകാരുടെ മുന്നിലെ നാണം കെട്ട് മറ്റൊരു പെണ്ണിനെ കെട്ടേണ്ടി വന്നില്ലേ നിനക്ക്? എടാ, കാലം സാക്ഷിയാടാ എല്ലാത്തിനും. ആ കാലം തന്നെ എല്ലാത്തിനും കണക്ക് ചോദിക്കും. നിർത്ത് നിങ്ങളൊരു പ്രസംഗം. പണ്ടെന്റെ അമ്മയുടെ നാത്തൂനായിരുന്നതുകൊണ്ടാ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരുന്നത്. പിന്നെ നിന്റെ ഒരു അമ്മ, അവള് മഹാലക്ഷ്മിയല്ലേ, ഐശ്വര്യ ദേവത. അവള് യക്ഷിയാടാ, രക്തം കുടിക്കുന്ന യക്ഷി. നിർത്ത്. എന്റെ അമ്മയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? എന്നാ യോഗ്യതയുള്ള നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ, മഹാദേവ വർമ്മ എന്നൊരാളുടെ പേരറിയാവോന്ന്. മഹാദേവ വർമ്മയോ? അതെ, ആ പേര് നീ ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പോ നിന്റെ അമ്മ ഒരു ഉത്തരം തരും. ആ മറുപടിയുമായി നീ എന്റെ നേരെ വാ. നീ ഇപ്പൊ ചെല്ല്. अगली